നമുക്കിന്ന് മധുരതരവും നാടനുമായിട്ടുള്ള വെരി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്കിന്ന് ഉണ്ടാക്കിയാലോ. എന്താണെന്നറിയാമോ? ഇലയട. ഇലയട എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ പലഹാരമാണ് അല്ലേ. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതാ പഞ്ചസാര, അരിമാവ്, പിന്നെ വേണ്ടത് തേങ്ങയിൽ ഞാൻ ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പഴം, നാടൻ പഴം, ഞങ്ങളുടെ വീട്ടിൽ നിന്നും എടുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ അത് തീരണതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 2-3 ദിവസം കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കഴിയാറായി. അതാ ഇന്ന് എന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതിന് വേണ്ടുന്ന ഇല. അപ്പോൾ ഈ ഇലയിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മളെ തനതായ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ ഐറ്റം അല്ലേ അത്. ഇതെല്ലാം അങ്ങനെയുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റും അതിനോടൊപ്പം നല്ല പോഷക ഗുണവും ഒക്കെ ആയിരിക്കും. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നിങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാൻ പോവാം. അപ്പോൾ എല്ലാവരും ആയോ? ഇതാ എല്ലാം സെറ്റായി. ഇഡ്ഡലി പാത്രം ഒക്കെ ആയി. ഇതാ മാവ് കലക്കി വെച്ചു. ഇതാ പഴം നുറുക്കി വെച്ചു. അപ്പം നമുക്കിനി ഇതിനായിട്ട് സെറ്റാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മളിതിനെ എടുത്തങ്ങ് തട്ടി, പഞ്ചസാരയും കൂടി തട്ടി ആവശ്യത്തിന് മധുരം കൊടുക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള എത്രയാണെന്ന് വെച്ചാൽ ഇനി ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് നല്ലവണ്ണം കുഴച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടപ്പോൾ ആ പാത്രത്തിൽ പറ്റില്ല കേട്ടോ. അത് പാത്രം മാറ്റിയതേ. ഇനി നമുക്ക് നല്ല ടേസ്റ്റും എന്നാൽ നല്ല പോഷകവും ഒക്കെ ഉള്ള ഒരു നാടൻ വിഭവമാണ് കേട്ടോ. ഇതെല്ലാവരും ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. വെരി ടേസ്റ്റാണ്. നമുക്കിത് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മാവ് ജസ്റ്റ് ഒന്ന് കുഴയ്ക്കുക, അതിലോട്ട് ഈ കൂട്ടം കൂടെ വാരി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞങ്ങാവേ പിന്നെ ബാക്കി തീ നോക്കിക്കോളും, നമ്മളല്ല, അത് വെന്തോളും. ഓക്കെ, നല്ല പോഷകപ്രധാനമായ ഒരു ഐറ്റമാണ്. കുറച്ച് കുട്ടികളൊക്കെ വീട്ടിൽ ഇപ്പോൾ സ്കൂൾ അടച്ച് നിൽക്കുകയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കണ്ടോ? നമുക്ക് ആവശ്യത്തിനുള്ള ഇത് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഗ്യാസ് കത്തിച്ച് വേവിച്ചതിന് ശേഷം ബാക്കി ഇനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മുടെ അട സെറ്റായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ കണ്ടോ, അട പുഴുങ്ങിയത് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ഗൈസ് കണ്ടോ, നല്ല മണമായ ഇലയുടെ വാസന. നമുക്കിത് കഴിച്ചു നോക്കാം. ഈ ഉദിയന്നൂർ ദേവീക്ഷേത്രമുണ്ട് കേട്ടോ ഇവിടെ. അവിടെ കിട്ടുന്ന ഇലയട ഇതുപോലെ ഇരിക്കും. പക്ഷേ ഇതുപോലെയാണെന്ന് ഞാൻ പറയില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അമ്മയുടെ പ്രസാദമല്ലേ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലേ, അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പക്ഷേ എങ്കിലും പൊളിക്കുമ്പോൾ ഇതാണ്, അത് ഇതേപോലെ തന്നെയാണ് അടയും ഇരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇത് നമ്മൾ സാധാരണ അരിയാണ്. അവിടെ അങ്ങനെയല്ല. അവിടെ ഈ പൊന്നല് കുത്തി സ്വയം അവിടെ നെല്ലൊന്നും കൊടുക്കാതെ കുത്തി ഉണ്ടാക്കി ഇതുപോലെ പഴവും വെച്ചുണ്ടാക്കുന്നതാണ്. ഇതാണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിട്ടുണ്ട്. കണ്ടോ, കഴിച്ചോട്ടെ ഞാൻ. അമ്മ ഒരു രക്ഷയില്ല, പൊളി. കുറച്ചുകൂടി ടേസ്റ്റ് അറിയാം. എല്ലാം നാടനല്ലേ. ഇലയും നമ്മൾ തൊട്ടടുത്തുള്ളതും ഇവിടെ തന്നെ ഉണ്ട്. പഴം, തേങ്ങ, സ്വയംഭം സാധനം. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അതാ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഇരിക്കണം കാണുമ്പോൾ തന്നെ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാരും വേണ്ടാന്ന് പറയാൻ വഴിയില്ല. അപ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് ഒരു കട്ടനോ ചായയുടെ കൂടെ നമുക്കും കൂടെ കഴിച്ചാൽ നല്ല, ഇത് അത്യാവശ്യം 2 കഴിച്ചാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കഴിച്ചെടുക്കാം. വിശക്കില്ല, ധാരാളം മതി. ഒരു 3-4 ദോശ തിന്നോ ആ ഒരു
ബിരിയാണി അത്രയും നിറച്ച് ഫില്ലിംഗ് ആണ് കേട്ടോ. നിറച്ച് പഴവും തേങ്ങയൊക്കെ ആയിട്ട് ഫില്ലിംഗ് ആണ്. ഫില്ല് നിറഞ്ഞിരിക്കുകയാണ്. മാവിൻ്റെ കളർ അതാണ്. അപ്പം എല്ലാ ഏലക്കയുടെ ഫ്ലേവറും അടിപൊളി സാധനം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബായ്.